സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. പെരുമ്പാവൂർ വെങ്ങോലയിൽ വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി. വൈദ്യുതി ലൈനും കേബിളുകളും തകരാറിലായിട്ടുണ്ട്. വിവരങ്ങളുമായിട്ട് സനിസ ശോഭ ചന്ദ്രനാണ് ചേരുന്നത്. സനിസ, വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്, മറ്റുള്ളിടങ്ങളിലും മഴയുണ്ട്. ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് മനുഷ്യർ പ്രയാസപ്പെട്ട ഇതിൻ്റെ വിവരങ്ങൾ, വാർത്തകൾ വരുന്നത്? ഇന്ന് മുഴുവൻ മഴ ശക്തമായി തുടരുകയാണോ ചെയ്യുക ഈ ജില്ലകളിൽ? മുൻപ് എല്ലാ ജില്ലകളിലും 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് 10 മണിയോടെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് അടക്കം, ദുരന്തമുഖത്തുള്ള വയനാട് അടക്കം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണിത്. ജില്ലാ ഭരണകൂടവും അതേപോലെ പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും വരുന്നത്. കൂടാതെ മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും ഒക്കെ സാധ്യതയുള്ള ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം. മലയോര പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൂടാതെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഉണ്ട് എന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. കൂടാതെ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടതോ നേരിയതോ ആയ മഴയ്ക്കുള്ള സാഹചര്യമുണ്ട്. വ്യാപകമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂർ, വെങ്ങോല ഭാഗത്ത് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. മരങ്ങൾ വീണ് വൈദ്യുത ലൈനും കേബിളുകളും തകരാറിലായതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോഡരികിലുണ്ടായിരുന്ന പെട്ടിക്കട മരം വീണ് തകർന്നിട്ടുണ്ട്. റോഡിൽ വീണ് കിടന്നിരുന്ന മരങ്ങൾ ഫയർഫോഴ്സ് എത്തിയാണ് മുറിച്ചു മാറ്റിയത്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ തുടരുന്നത് കൊണ്ടും ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുമാണ് സംസ്ഥാനത്ത് കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. സനീഷ്.